എന്ത് ചെയ്യാനാണ് നമ്മൾ പണിയെടുക്കാൻ നിൽക്കണ്ടേ, ജീവിതം മുന്നോട്ട് പോകണ്ട നമുക്ക്. അപ്പം നമ്മൾ മുൻകരുതൽ എടുക്കുമോ നിങ്ങൾ? വെള്ളം കുടിക്കൂ, അത്ര തന്നെ ഉള്ളൂ. വേറെ പോകുന്നില്ല, വേറെ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ. സമയം പണിയെടുക്കും. 10 മിനിറ്റ് കൂടുമ്പോൾ ഒറ്റയ്ക്ക് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അറിയിക്കാൻ വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും, നടപ്പറൊക്കെ പൊള്ളും, കുമ്പിട്ടുള്ള പണികളാണ്, ഭയങ്കര ചൂടാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ തൊലിപ്പുറത്തുണ്ടാവുന്ന പൊള്ളൽ മാത്രമല്ല, ഇത് ആന്തരിക അവയവങ്ങളൊക്കെ ബാധിക്കും. ഭയങ്കര ക്ഷീണം കൊടുക്കും നമുക്ക് പണിയെടുക്കും. സമയം ക്രമീകരിക്കുന്നുണ്ടോ ജോലി? സമയം ഇതുവരെ ക്രമീകരിച്ചിട്ടില്ല. ഇവിടെ സാധാ അങ്ങനെ ഗവൺമെൻറ് ഉത്തരവാദിത്തം ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ല. സാധാ എങ്ങനെ അതേമാതിരി അപ്പം മുന്നോട്ട് പോകും. പണിയെടുക്കലുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് കഴിയണ എന്തായാലും 2 മണിയാവും, ചിലപ്പോൾ 3 മണിയാവും. അങ്ങനെ പ്രത്യേകിച്ച് ടൈമുകളൊന്നുമില്ല. രാവിലെ 6 മണി വരെ തുടങ്ങും സ്റ്റാർട്ടിങ്, അതും 10, 12, 3 മണി. ചൂട് നല്ല ഉച്ചസ്ഥായി നിൽക്കുന്ന 11 മണിക്കും 12 മണിക്കൊക്കെ പണിയെടുക്കുന്നുണ്ട്. കണ്ടിന്യൂ ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. പണി നിർത്തിയിട്ടില്ല, ഇതുവരെ എടുത്തില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മാറ്റാനൊക്കെ? ഞങ്ങൾ ഇവിടെ മുതലാളിമാരോട് പറഞ്ഞിരിക്കുന്നല്ലാതെ ഇവിടെ അതിനുള്ള ഒരു നടപടിയൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മളിതാ ഇപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയ പണി, ഇനിയിപ്പോൾ ഇത് കഴിയണം. ഇത് കഴിഞ്ഞാലേ നമ്മളെ പണി കഴിഞ്ഞ് ഇതില്ല, റെസ്റ്റ് ഇല്ല. എങ്ങനെ ചൂടിന് എന്താ ചെയ്യുക പ്രതിരോധിക്കാൻ? ചൂട് കൊള്ളന്നെ സഹിക്കുക, വെള്ളം കുടിക്കും. വെള്ളം ധാരാളം കുടിക്കും. അങ്ങാടിയിൽ നല്ല പന്തലൊക്കെ ഇട്ടുണ്ട് അല്ലേ? സീറ്റൊക്കെ ഇട്ടില്ല, അവിടെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഫുള്ള് ഓപ്പൺ ആണല്ലോ, കാരണം ഡയറക്റ്റ് വെയിൽ കൊള്ളാണ്. നടപ്പ് ഇങ്ങനെ കുമ്പിട്ടുമ്പോൾ നടപ്പുറ ഇങ്ങനെ പൊള്ളാണ്. പിന്നെ ഇതുപോലത്തെ ജീവിതമാർഗ്ഗമല്ലേ, ജീവിച്ച് പോകണ്ടേ. അപ്പോൾ അങ്ങോട്ട് എടുക്കാൻ സഹിച്ചെടുക്കന്നെ. പോകാനുള്ള പരിപാടിയിലാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഈ തേങ്ങൻ്റെ പണി കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് അതിനെ കൊണ്ട് സ്പീഡാക്കിയിട്ട് നേരത്തെ പണി തുടങ്ങും തുടങ്ങും ചെയ്യും. ആ വെയിലതും പണിയെടുക്കൂ. അപ്പോൾ പണി കഴിഞ്ഞൊക്കെ ചിലപ്പോൾ കുളിച്ച് മാറ്റി പോവാം. അതാണ്.